ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യോ? ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളിന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ നോക്കി കഴിയാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രാവശ്യത്തെ KS എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ KS എക്സാമിനേഷനകത്ത് നമ്മളുടെ എൻവയോൺമെന്റിന്റെ ടോപ്പിക്കിൽ കുറച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയുടെ ടോപ്പിക്കിലുണ്ട്. അതുപോലെ തന്നെ ഒരു സിംപ്ലർ ആയിട്ടുള്ള ചെറിയൊരു വേർഷൻ നമ്മളുടെ എവിടെയുമുണ്ട്, നമ്മളുടെ ഈ പറയുന്ന എക്കണോമിയിലും. എന്നാൽ നിങ്ങൾ നമ്മളുടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ എക്സാം നോക്കുക, അതിനകത്ത് ഏകദേശം 10 മാർക്കിന്റെ ടോപ്പിക്കായിട്ട് തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ, ജസ്റ്റ് സെക്കൻഡ്. അതുപോലെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് അല്ല മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്നത് പോലെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് എത്താം. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സി നമുക്ക് ഈ ഡിസാസ്റ്റർ എന്നുള്ള ഒരു വാക്ക് നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ കേട്ടു തുടങ്ങിയത് ഏകദേശം ഒരു 2018 ശേഷമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു 2004 സുനാമി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2004 സുനാമി, കറക്റ്റ് പറയുകയാണെങ്കിൽ December 26, 2004 സുനാമി. നമ്മളെ മാത്രമല്ല ഏഷ്യ പസഫിക് റീജിയനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ആയിരുന്നു നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള 2004 സുനാമി എന്നുള്ള രീതിയിൽ പറയാം. സോ ആ ഒരു സുനാമിക്ക് ശേഷമാണ് ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പോളിസികൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, അത്തരത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും വരുന്നത് അതിനുശേഷം. നമ്മൾ നോക്കിയാൽ ഈ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, നമ്മളുടെ ഒരു PSC ലെവൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം. സോ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഡിസാസ്റ്റർ, ദെൻ എ കൈൻഡ് ഓഫ് ഹസാർഡ്, വൾനറബിലിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, ഇത്തരത്തിലുള്ള കുറേ ടേമുകളുണ്ട്. ഈ ടേമുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ ടേമുകൾ തന്നിട്ട് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആ ടേമുകളും ആക്ച്വലി ഇപ്പോൾ ഹസാർഡ്, ഡിസാസ്റ്റർ, വൾനറബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഡെഫിനിഷൻസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്ട്, അതിൽ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നുള്ള രീതിയിലുള്ള അതോറിറ്റീസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് വരാം. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, പലതരത്തിലുള്ള ഡിസാസ്റ്ററുകൾ, അവരുടെ പ്രിവെൻഷനുമായിട്ടുള്ള കാര്യങ്ങൾ വരാം. ഒരു DM സൈക്കിൾ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. സോ അതിൽ നിന്ന് വരാം. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സും അതുപോലത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു 10-point പ്രോഗ്രാം, എ സെൻഡായി ഫ്രെയിംവർക്ക്, ആൻഡ് വി വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ അത്തരത്തിൽ സെൻഡായി ഫ്രെയിംവർക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ കഥ എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു സെൻഡായി ഫ്രെയിംവർക്ക്, ഈ സെൻഡായി എന്ന് പറയുന്നത് ജപ്പാനിലുള്ള ഒരു സിറ്റിയാണ്. അതിന്റെ പേരിലാണ്, നിങ്ങൾക്കറിയാം ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിലുള്ള ഭൂകമ്പങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് ആക്ച്വലി 4 ഐലൻഡ്, 4 ഐലൻഡുകൾ ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ജപ്പാൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു 4 ഐലൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളത്. റീസെന്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു ആൻഡ് ക്യൂഷു. ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു ആൻഡ് ക്യൂഷു, ഈ ഒരു 4 ഐലൻഡുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ഈ പറയുന്ന ജപ്പാൻ എന്ന് പറയുന്നത്. സോ ജപ്പാനിലുള്ള ചെറിയ ഒരു ഐലൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിറ്റി ആയിട്ടുള്ള ഈ നമ്മളുടെ
സെൻഡായിലുണ്ടായ ആ ഫ്രെയിംവർക്കാണ് ശരിക്കും നമുക്ക് ഡിസാസ്റ്റർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളെ പറ്റിയും ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി തരുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഡിസാസ്റ്റർ എന്നുള്ളത് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഓൺ എ ഗ്ലോബൽ ലെവലിൽ വിചാരിച്ചിരുന്നത് ഇഫ് ദർ ഈസ് ആക്ച്വലി എ ഡെത്ത് ഓഫ് 10 ഓർ മോർ പീപ്പിൾ, 10 കൂടുതൽ ആൾക്കാരോ മരണപ്പെട്ടാൽ അതിനെ ഒരു ഡിസാസ്റ്റർ എന്നുള്ള രീതിയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ആമസോണിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടായി, ന്യൂയോർക്കിൽ ഉണ്ടായി. മനുഷ്യരാരും മരണപ്പെട്ടില്ലെങ്കിലും ഒരുപാട് എൻവിറോൺമെന്റിന് നഷ്ടമുണ്ടായി. അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അവിടെ നമുക്ക് ഈ പറയുന്ന ഈക്കണോമിക് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടായി. അല്ലെങ്കിൽ ഒരു ഡാം പൊട്ടി, ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ലോസ് ഉണ്ടായി. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ എ ഡിസാസ്റ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ഫങ്ഷനിങ്. എ സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ഫങ്ഷനിങ്. അതായത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ പറയുന്ന ഇടപ്പള്ളിയിൽ 2 ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അയ്യോ എന്ന് പറഞ്ഞു. ആ ബൈക്കാർ രണ്ടുപേരെ ആശുപത്രി കൊണ്ടുപോയി. അതോടെ പരിപാടി കഴിഞ്ഞു. എന്നാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കളമശ്ശേരിയിൽ 2 ഈ പറയുന്ന ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായി. നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഗതാഗതം മുഴുവൻ സ്തംഭിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നോർമലായി. ദാറ്റ്സ് നോട്ട് എ സീരിയസ് കൈൻഡ് ഓഫ് ഡിസ്റപ്ഷൻ. എന്നാൽ ഇവിടെ ഉണ്ടായത് ഒരു ഭൂകമ്പമാണ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ എന്ത് പറ്റിയെന്നറിയോടോ? നമ്മൾ എന്നും വരുന്ന വഴി കാണുന്നില്ല, എന്നും വരുന്ന ബ്രിഡ്ജസ് കാണുന്നില്ല, നമുക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെയും കാണുന്നില്ല. ദാറ്റ്സ് എ സീരിയസ്. അത്തരത്തിലുള്ള ഒരു സീരിയസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ഫങ്ഷനിങ് ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഫങ്ഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്തായിരിക്കണം, അത്തരത്തിലുള്ള ഒരു സീരിയസ് ഡിസ്ട്രപ്ഷൻ ആയിരിക്കണം. അതായത് ഇൻഡിവിജ്വൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ആ ഡിസാസ്റ്റർ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ഫങ്ഷൻ ആയിരിക്കണം. അതായത് നിങ്ങളെയൊക്കെ ആരെങ്കിലും തേച്ചാൽ അതൊരിക്കലും ഒരു ഡിസാസ്റ്റർ അല്ല, അത് നിങ്ങളുടെ യോഗം മാത്രമാണ്. സോ ആ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽ ഡിസാസ്റ്റർ എന്നൊരു സാധനമില്ല. ആൻഡ് ദാറ്റ് സീരിയസ് ഡിസ്റപ്ഷൻ ഷുഡ് കോസ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ, എക്കണോമിക് ഓർ എൻവിറോൺമെന്റൽ കൈൻഡ് ഓഫ് ലോസസ്. സോ ആ ഒരു രീതിയിൽ ഹ്യൂമൻ ലോസസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽ ലോസസ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഡാമുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാം. ഒരു കൈൻഡ് ഓഫ് ഇക്കണോമിക് കൈൻഡ് ഓഫ് ലോസ്, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരു എൻവിറോൺമെന്റൽ കൈൻഡ് ഓഫ് ലോസ്, സോ ആ ഒരു രീതിയിൽ എൻവിറോൺമെന്റൽ ലോസസും ഉണ്ടാക്കാം. ഒന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ലോസുകൾ, ഒന്നിൽ കൂടുതൽ ഹ്യൂമനും മെറ്റീരിയലും കൂടെ ചേർന്നിട്ടുള്ളതാകാം, അല്ലെങ്കിൽ എക്കണോമിക് എൻവിറോൺമെന്റലും ആകാം, അല്ലെങ്കിൽ എല്ലാം ചേർന്നിട്ടുള്ളതാകാം, ഇതിൽ ഒരെണ്ണം മാത്രമുള്ളതുമാകാം. സോ അത്തരത്തിലുള്ള ലോസസ് ഉണ്ടാക്കും. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് എക്സീഡ് ദ എബിലിറ്റി ഓഫ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ടു കോപ്പ് അപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. വിച്ച് എക്സീഡ് ദ എബിലിറ്റി ഓഫ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ടു കോപ്പ് അപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. അതായത് അവിടെയുള്ള ആ കമ്മ്യൂണിറ്റിക്ക് അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് തിരുവനന്തപുരത്ത് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അർബൻ ഫ്ലഡിങ് ഉണ്ടായി. അവിടെയുള്ള നമ്മളുടെ കളക്ടർക്കും ഫയർഫോഴ്സിനും ഒക്കെ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നു. അതൊരിക്കലും ഒരു ഡിസാസ്റ്റർ അല്ല. എന്നാൽ വയനാട്ടിൽ ദുരന്തമുണ്ടായി, അവിടുത്തെ കളക്ടറെ കൊണ്ട് പറ്റിയില്ല, ഈവൻ കേരളത്തെ കൊണ്ട് പോലും പറ്റിയില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഒരു എക്സ്റ്റേണൽ എയ്ഡ്. അത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അത്തരത്തിൽ ആർമി വേണ്ടി വന്നു, പുറത്തുനിന്നുള്ള വോളണ്ടിയേഴ്സ് വേണ്ടി വന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ആ ഒരു എബിലിറ്റിക്ക് അപ്പുറം പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഡിസാസ്റ്റർ എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഡിസാസ്റ്റർ ഒന്ന് സീരിയസ് ഡിസ്റപ്ഷൻ ആയിരിക്കണം. സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആരുടെ ആയിരിക്കണം, ഒരു ഇൻഡിവിജ്വൽ ലെവലിലാകരുത്, ഒരു കമ്മ്യൂണിറ്റിയുടെയോ സൊസൈറ്റിയുടേതോ ആകണം. ദെൻ അത് ഏതൊക്കെ തരത്തിലുള്ള ലോസസ് ഉണ്ടാക്കണം, ഹ്യൂമൻ ആയിട്ടുള്ള, മെറ്റീരിയൽ ആയിട്ടുള്ള, ഈക്കണോമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാക്കണം. എന്ന് മാത്രമല്ല, ഈ ലോസുകൾ എങ്ങനെയായിരിക്കണം, ഇറ്റ് ഷുഡ് എക്സീഡ് ദി എബിലിറ്റി ഓഫ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ടു കോപ്പ് അപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ അത്തരത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു സീരിയസ് ഡിസ്ട്രപ്ഷൻ, അതുകൊണ്ട് ഇന്ന രീതിയിലുള്ള എന്തുകൾ ഉണ്ടാവുന്നു, ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള ലോസുകൾ ഉണ്ടാവുന്നു. ആ ലോസുകൾ ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ള കപ്പാസിറ്റി വെച്ചിട്ട്, നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറവുമാണെങ്കിലാണ് നമ്മൾ ഒരു ഡിസാസ്റ്റർ എന്ന് പറയും. ഇനി നോക്കിയാൽ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഡിസാസ്റ്റർ ഈസ് ഈക്വൽ ടു ഹസാർഡ് ഇൻ ടു വൾനറബിലിറ്റി എന്നായിരുന്നു.
അതായത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഹസാർഡിന്റെയും വൾനറബിലിറ്റിയുടെയും കൂടി ഒരു കൂടിച്ചേരലാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് പറയാറില്ല. ഇപ്പം നമ്മൾ പകരം റിസ്ക് ഈസ് ഈക്വൽ ടു എ പ്രൊഡക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾനറബിലിറ്റി എന്നാണ് പറയാം. റിസ്കിനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഹസാർഡിന്റെയും വൾനറബിലിറ്റിയുടെയും ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നു. അപ്പൊ ഹസാർഡ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പോസിബിൾ ത്രെറ്റ് ഓർ സോഴ്സ് ഓഫ് എക്സ്പോഷർ ടു ഇഞ്ചുറി, ഹാം ഓർ ലോസ്. എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മുല്ലപ്പെരിയാറിനെ മനസ്സിൽ കാണും. മുല്ലപ്പെരിയാർ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ വെള്ളമൊക്കെ തടഞ്ഞു നിർത്തി നിൽപ്പുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന മുല്ലപ്പെരിയാറ് ആക്ച്വലി അത് പൊട്ടിയാലോ? അത് പൊട്ടിയാൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കാം, നമുക്ക് ഹാം ഉണ്ടാക്കാം, നമുക്ക് ഒരുപാട് ലോസുകൾ കൊണ്ടുവരാം. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ത്രെട്ടാണ്, അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ, ലോസിന്റെ, ഹാമിന്റെ ഒക്കെ ഒരു സോഴ്സ് ആണ്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹസാർഡ് എന്നുള്ള രീതിയിൽ പറയാം. സോ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് എ ഫിസിക്കൽ കൈൻഡ് ഓഫ് തിങ്. അതായത് ഇപ്പോൾ ഒരു സൈക്ലോൺ എന്ന് വിചാരിക്കുക, അതൊരു ഹസാർഡാണ്. അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ബസ്റ്റ്, അതൊരു ഹസാർഡാണ്. അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം, കൂടംകുളം, ഇതൊക്കെ ഒരു ഹസാർഡാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദ സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി വൾനറബിലിറ്റി. Vulnerability means it is the extent to which a community or a structure or a service or a geographical area is likely to be damaged or disrupted by the impact of a particular hazard if it is turned out to be a disaster. അതായത് ഈ കൂടംകുളം എന്ന് പറയുന്ന ഹസാർഡ് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുമ്പോൾ, ഓക്കെ, സോ അതാണ് ദ ഹസാർഡ് ഈസ് ടേൺ ഔട്ട് ടു ബി ഡിസാസ്റ്റർ. കൂടംകുളം എന്ന് പറയുന്ന ഹസാർഡ് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി ഏത് അറ്റം വരെ ഡാമേജ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ അത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ എത്രത്തോളം ഡാമേജ് ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ, റോഡ്വേ, റെയിൽവേ എന്ന് പറയുന്ന സർവീസുകൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കവളപ്പാറ പോലത്തെ ഒരു ഏരിയ, ഒരു ജോഗ്രഫിക്കൽ ഏരിയക്ക് എന്തുമാത്രം ഡാമേജ് ഉണ്ടാകാം എന്നുള്ള ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ വൾനറബിലിറ്റി എന്നുള്ള രീതിയിൽ പറയും. ഇനി വൾനറബിലിറ്റിയെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് മോർ ഓർ ലെസ് എ ഹ്യൂമൻ കൈൻഡ് ഓഫ് തിങ്സ്. ഇതൊരു ഫിസിക്കൽ എന്നുള്ളതിനേക്കാളും ഒരു മനുഷ്യന് വരുന്ന രീതിയിലുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡിസാസ്റ്ററിൽ ഈ വൾനറബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അത്യാവശ്യം കാര്യമായിട്ട് നോക്കുകയും ചെയ്യുന്നത്. ഈ വൾനറബിലിറ്റി ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വൾനറബിലിറ്റി ഒന്ന് അസസ് ചെയ്യുക. ദേ ആർ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് നേച്ചർ, പ്രോക്സിമിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആൻഡ് പീരിയോഡിസിറ്റി. അപ്പൊ ഏതൊക്കെ? ദ ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് നേച്ചർ. അതായത് ഒരു വെള്ളം കൊണ്ടുണ്ടാകുന്ന ഡിസാസ്റ്ററിനേക്കാളും കഷ്ടമായിരിക്കും എന്തുകൊണ്ടുണ്ടാകുന്ന ഡിസാസ്റ്റർ, ഈ പറയുന്ന രീതിയിലുള്ള ഒരു തീ കൊണ്ടുണ്ടാവുന്ന ഡിസാസ്റ്റർ. ഒരു തീ കൊണ്ടുണ്ടാവുന്ന ഡിസാസ്റ്ററിനേക്കാളും കഷ്ടമായിരിക്കും ഏത്, ഈ പറയുന്ന പോലെ ഒരു ന്യൂക്ലിയർ കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ. ദാറ്റ്സ് അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് നേച്ചർ. ദ സെക്കൻഡ് വൺ ഈസ് പ്രോക്സിമിറ്റി. സോ അതായത് ഇപ്പോൾ ഒരു സുനാമി വരികയാണെങ്കിൽ നമ്മളുടെ കടലിന്റെ തീരത്തുള്ള തരത്തിലുള്ള ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ വൾനറബിലിറ്റി. എന്നാൽ അവിടെ നിന്ന് മാറി കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വരുന്ന ഒരു മലേറിയ എന്ന് പറയരുത്, ഒരു മല, അത്തരത്തിലുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് അത്രയും എന്തുണ്ടാവില്ല, വൾനറബിലിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി. ദ തേർഡ് വൺ ഈസ് ആക്ച്വലി പീരിയോഡിസിറ്റി. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നു, ഇവിടെ കേരളത്തിൽ ഒരു എർത്ത് വരുന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു എർത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടോ, സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നമുക്കിങ്ങനെ നിന്ന് കുലുങ്ങാമെന്നുള്ളതല്ലാതെ വേറെയുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. അതാണ് അതിന്റെ സത്യം. പക്ഷെ അങ്ങനെ ഒരു ഡിസാസ്റ്റർ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന വരുമ്പോൾ, വി വിൽ ബി ഇൻ ടോട്ടൽ ക്യാവോസ്. നമ്മൾ എപ്പോഴും എന്തായിരിക്കും, വലിയ പ്രശ്നത്തിലായിരിക്കും. നമുക്കത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തും വളരെ കൂടുതലായിരിക്കും, അതിന്റെ ഇഫക്റ്റും വളരെ കൂടുതലായിരിക്കും. എന്നാൽ പീരിയോഡിസിറ്റി, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ഏർത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ജപ്പാൻകാരെ നോക്കുക. അവരിപ്പോൾ നോക്കിയിട്ട് ചേട്ടാ 10രുടെ എർത്ത് ഇതുവരെയും വന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവരാലോചിക്കുന്നത്. സോ ദാറ്റ്സ് എ പീരിയോഡിസിറ്റി. സോ അക്കൗണ്ട് ഓഫ് ഇറ്റ് നേച്ചർ, പ്രോക്സിമിറ്റി ആൻഡ് പീരിയോഡിസിറ്റി, ഈ 3 കാര്യങ്ങളുണ്ട്. ദെൻ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 4 തരത്തിലുള്ള വൾനറബിലിറ്റി കുറയ്ക്കുവാനായിട്ടാണ് നമ്മൾ നോക്കുക. എത്ര തരത്തിലുള്ള വൾനറബിലിറ്റി? 4 തരത്തിലുള്ള വൾനറബിലിറ്റി. കാരണം ഹസാർഡിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറേയൊക്കെ കോൺക്രീറ്റ് ഇടാം, കുറെ അത്തരത്തിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതിനൊരു പരിധിയുണ്ട്. എന്നാൽ
നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മളുടെ വൾനറബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു 4 തരത്തിലുള്ള വൾനറബിലിറ്റീസ്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് അതിന്റെ പേര് മാത്രം നോട്ട് ചെയ്താൽ മതി. ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഒരു 4 തരത്തിലുള്ള വൾനറബിലിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് സെറ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അത് കുറയ്ക്കുവാനായിട്ടാണ് നോക്കുക. അപ്പൊ ഏതൊക്കെയാണ് 4 തരത്തിലുള്ള വൾനറബിലിറ്റി? ദേ ആർ ആക്ച്വലി ഫിസിക്കൽ വൾനറബിലിറ്റി, social vulnerability, institutional vulnerability, and economic vulnerability. Physical, social, institutional, and economic. The first one is physical. അതായത് നമ്മളുടെ ഡാമുകൾ, നമ്മളുടെ വീടുകൾ, നമ്മളുടെ റോഡുകൾ, ഇത്തരത്തിലുള്ളവ ആക്ച്വലി ഒരു ഹസാർഡ് ഡിസാസ്റ്ററായി മാറിയാൽ എത്രത്തോളം സസെപ്റ്റബിൾ ആണ്, എത്രത്തോളം അതിന് പ്രശ്നമുണ്ടാകാം എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഫിസിക്കൽ വൾനറബിലിറ്റി. എന്നാൽ സോഷ്യൽ വൾനറബിലിറ്റി, it is the ability to cope up with the impact on the industry of an individual level. അതായത് ഞാനെന്ന് പറയുന്ന ഒരാൾ, നിങ്ങളെന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി, സോ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് എന്തുമാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ വന്നാൽ നമുക്കതിനെ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ആക്ച്വലി അതിനോടൊന്ന് എതിർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് സോഷ്യൽ വൾനറബിലിറ്റി. ദ തേർഡ് വൺ ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വൾനറബിലിറ്റി. അതായത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളുടെ ഫയർഫോഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ NDRF, അല്ലെങ്കിൽ നമ്മുടെ കളക്ടർ. ഓക്കെ. സോ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തുമാത്രം റോബസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തുമാത്രം അവർക്ക് വളരെ പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വൾനറബിലിറ്റി എന്ന് പറയാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ കുഴപ്പം ദർ ഇസ് ആക്ച്വലി മോർ ഡിസാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് ദാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ് പറയാം. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റിനേക്കാളും വലിയ പ്രശ്നം ഇവിടുത്തെ മാനേജ്മെന്റ് ഒരു ഡിസാസ്റ്റർ ആണ്. ഓക്കെ. സോ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ വൾനറബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ആക്ച്വലി എക്കണോമിക് വൾനറബിലിറ്റി. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ വന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായ എക്കണോമിക് ആയിട്ടുള്ള ലോസ്, നമുക്കിപ്പോൾ കുറെ നെൽപ്പാടം നശിച്ചു പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിക്കാം. സോ അത്തരത്തിൽ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ആ ഒരു സ്ഥലത്തുണ്ടായ നാശനഷ്ടങ്ങളെ, അതുകൊണ്ടുണ്ടായ ഫിനാൻഷ്യൽ ലോസസിനെ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്കതിനെ ആക്ച്വലി എന്ത് ചെയ്യാൻ, മാനേജ് ചെയ്യാനും മിറ്റിഗേറ്റ് ചെയ്യാനും പറ്റി, അതിനെ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് തിരിച്ച് നമ്മളുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇക്കണോമിക് വൾനറബിലിറ്റി എന്നുള്ള രീതിയിൽ പറയും. സോ നമ്മൾ ഡിസാസ്റ്റർ നോക്കി, ഹസാർഡ് നോക്കി, വൾനറബിലിറ്റി നോക്കി, ടൈപ്പ് ഓഫ് വൾനറബിലിറ്റി നോക്കി. ഇനി ഇത്തരത്തിലൊരു ഹസാർഡ്, ഓക്കെ, ഒരു ഡിസാസ്റ്റർ ആയി മാറിയാൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള വൾനറബിലിറ്റീസ് ഉണ്ടോ, ആ വൾനറബിലിറ്റീസും ഹസാർഡും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന, ഓക്കെ, അതായത് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസസിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് അനാലിസിസ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഹാർംഫുൾ കോൺസിക്വൻസസ്. ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾ അതിൽ എന്താ ചെയ്യുക, ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾ അവിടെ എടുക്കുക. അതായത് എന്തുമാത്രം ലോസസ് നമുക്ക് ഉണ്ടാകാം, അതായത് ആളുകളുടെ മരണം, അല്ലെങ്കിൽ ഇഞ്ചുറി, ലിവ്ലിഹുഡിനുള്ള, എക്കണോമിക്കുള്ള, അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള തരത്തിലുള്ള ഡാമേജുകൾ. സോ അതെങ്ങനെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററും ഒരു ഹസാർഡും, ഒരു ഹ്യൂമൻ ഹസാർഡും കൂടി ചേരുന്ന, ഓക്കെ, നാച്ചുറൽ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ടുള്ള ഹസാർഡും, നാച്ചുറൽ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ടുള്ള ഹസാർഡും ഒരു വൾനറബിൾ കണ്ടീഷനും തമ്മിൽ ചേരുമ്പോൾ, അവരെ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രോബബിലിറ്റിയാണ് റിസ്ക് എന്ന് പറയും. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പം, risk is equal to hazard into vulnerability. So it is a product of actually like hazard in one hand and vulnerability of the community in the other hand എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സോ ഇൻ ഷോർട്ട്, റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് കയ്യിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇവന്റുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും കോൺസിക്വൻസസും എന്തുമാത്രം ആകാം എന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ റിസ്ക് അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് പറയും. ഇതുവരെയുള്ള കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്കതൊന്ന് എളുപ്പത്തിൽ പറയാം. ഓക്കെ, ഞാൻ മെയിൽ ഷുവനിസ്റ്റ് ഒന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുന്നേ ഉള്ളൂ. നമുക്കിത് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. സോ നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അത് മറ്റൊരു ജാതിയിലുള്ളതാണ്, മറ്റൊരു മതത്തിലുള്ളതാണ് എന്ന് വിചാരിക്കാം. അവളാണ് നമ്മളുടെ ഹസാർഡ്. അതായത് അവളുടെ സ്വഭാവം മാറാൻ പോണ്ടോ? ഇല്ല.
ഓക്കെ. അവളുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും മാറാൻ പോകുന്നില്ല. സോ അത്തരത്തിലുള്ള ഒരാളാണ് ഹസാഡ് എന്ന് പറയും. ആ ഹസാഡിനെ ഞാൻ കെട്ടി വീട്ടിൽ കയറ്റാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ തീരുമാനിച്ച്? അതിനെ ഞാൻ കെട്ടി വീട്ടിൽ കയറ്റാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു റിസ്ക് അനാലിസിസ് നടത്തണം. അതായത് ഈ കെട്ടിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹസാഡിനെ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എന്തൊക്കെ വൾനറബിലിറ്റീസ് അവിടെ ഉണ്ട് എന്ന് ഞാൻ നോക്കിയിട്ട് അത് കുറയ്ക്കാനായിട്ട് നോക്കണം. അപ്പോൾ ആ ഹസാഡ് വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യം ഞാൻ നോക്കേണ്ടത് എന്താണെന്നറിയോ? ദ ഫിസിക്കൽ വൾനറബിലിറ്റി. അതായത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ എങ്ങനെയാണ്, രണ്ട് ബെഡ്റൂമേ ഉള്ളൂ. ഒന്നിൽ അച്ഛനും അമ്മയും കിടക്കുന്നു, ഒന്നിൽ ഞാനും അനിയനും കിടക്കണം. അവനെ അടിച്ച് പുറത്ത് കളയണം, അവനെ ചവിട്ടിക്കൂട്ടണം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ഈ പറയുന്ന രീതിയിൽ എനിക്ക് ആ വീടൊന്ന് മോടി പിടിപ്പിക്കണം, അല്ലെങ്കിൽ പുതിയൊരു റൂം എന്ത് ചെയ്യണം, പണിയണം. സോ ദാറ്റ്സ് ആക്ച്വലി ദ ഫിസിക്കൽ വൾനറബിലിറ്റി. സെക്കൻഡ് വൺ ഈ സോഷ്യൽ വൾനറബിലിറ്റി. സോഷ്യൽ വൾനറബിലിറ്റി അതായത് ഇത്തരത്തിൽ നമ്മൾ മറ്റൊരു ജാതിയിൽ മറ്റൊരു മതത്തിലുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ നാട്ടുകാർ, ഓക്കെ, അല്ലെങ്കിൽ വീട്ടുകാർ, അവന്മാരെന്ത് പറയും എന്നുള്ളത് ഞാൻ നേരത്തെ നോക്കണം. ആ ഒരു പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ് പരിഹരിക്കണം. അതിനാണ് സോഷ്യൽ വൾനറബിലിറ്റി എന്ന് പറയും. The next one is institutional vulnerability, a kind of institutional vulnerability. അതായത് എനിക്ക് വല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടോ, ഓക്കെ, എനിക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ജോലി ഉണ്ടോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുന്നതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൈൻഡ് ഓഫ് വൾനറബിലിറ്റി. ഇനിയുള്ളത് ഒരു എക്കണോമിക് കൈൻഡ് ഓഫ് വൾനറബിലിറ്റി ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പോലെ, ഓക്കെ, ഈ ഒരു കാര്യം ചെയ്യാനുള്ള പൈസ, ഒരു കല്യാണം കഴിഞ്ഞ് എനിക്ക് ജീവിക്കുവാനുള്ള പൈസ ഉണ്ടോ, എക്കണോമിക് ആയിട്ടുള്ള എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കണം. നമ്മൾ ആമ്പിള്ളേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 500 രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ, ഉച്ചകലത്തെ ഭക്ഷണം കഴിക്കാതെ, ബ്രഞ്ച് കഴിച്ച് ഒരു 5 ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ. എന്നാൽ കല്യാണം കഴിച്ചാൽ നടക്കുമോ? 500 രൂപയും കൊണ്ട് നമ്മൾ ഇപ്പൊ ലുലു മാൾ വരെ പോയി അവിടെ വല്ല ഗുണമുണ്ടോ? തീരുവോ? ഇല്ല. സോ അത്തരത്തില് എൻ്റെ ഈ 4 വൾനറബിലിറ്റി, ഫിസിക്കൽ, സോഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള വൾനറബിലിറ്റീസ് എനിക്ക് കുറയ്ക്കാൻ പറ്റിയാൽ അതൊരിക്കലും ഒരു ഡിസാസ്റ്റർ ആകില്ല. എന്നാൽ എനിക്കത് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ എൻ്റെ കല്യാണമേ ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതിയാകും. ഓക്കെ. ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഈ ഒരു കഥയുണ്ടല്ലോ. നമ്മൾ എപ്പോഴും പറയും ഒരു നാഷണൽ ഡിസാസ്റ്റർ. ഓക്കെ. ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ പറഞ്ഞു അതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചില്ല. ഇവിടെ സത്യത്തിൽ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. The thing is disaster of utmost severity അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഓഫ് ആക്ച്വലി റയർ സിവിയറിറ്റി എന്നുള്ളതാണ് ടേം. പക്ഷേ നമുക്ക് നമ്മളുടെ NDMA ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗലായിട്ടുള്ള വഴിയിലായിക്കോട്ടെ, അവിടെ ഒന്നും ഇത്തരത്തില് ഒരു നാഷണൽ ഡിസാസ്റ്റർ എന്താണ് അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്ററിനെ ഒരു ഡെഫിനിഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻസ് ആണ് ഈ ഒരു നാഷണൽ ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ആദ്യമായി പറയുന്നത്. അവർ പറഞ്ഞത് ഡിസാസ്റ്റർ ഓഫ് അറ്റ്മോസ്റ്റ് സിവിയറിറ്റി എന്നാണ്. അതിൽ പറഞ്ഞിരുന്നത്, സി, ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷന്റെ 1/3 എങ്കിലും, ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷന്റെ 1/3 എങ്കിലും ആ ഒരു ഡിസാസ്റ്റർ കൊണ്ട് അഫക്റ്റഡ് ആയാൽ അതിനെ ഒരു നാഷണൽ ഡിസാസ്റ്റർ എന്ന് വിളിക്കാം. നിങ്ങൾ വയനാട് വിചാരിക്കണോ? വയനാട് ഡിസാസ്റ്റർ വന്നപ്പോൾ കേരളത്തിന്റെ 3.4 ക്രോറിൽ ആക്ച്വലി 1/3 ഒരു ഇഫക്റ്റ് വന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. ഈ 5 കാര്യങ്ങൾ നോക്കൂ. എക്സ്ട്രാ ഓർഡിനറി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹാം. അത് കാണുമ്പോൾ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. An ecological disruption, disproportionate impact on vulnerable community. Okay, demand for response that exceed the community's ability to cope, and necessity for external assistance. ഈ ഒരു 5 കാര്യങ്ങളിൽ ഒരു 3 എന്ത് ചെയ്താൽ ഓക്കെ ആയാൽ പിന്നെയും നമുക്കതിനെ എന്ത് ചെയ്യാം? ഒരു നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയാം. അതായത് ഇപ്പൊ NDMA ഒരു കേസ് ടു കേസ് ബേസിസിലാണ് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ ആണോ എന്നുള്ള രീതിയിൽ പറയുന്നു. സോ അതിന്റെ ഹാം, എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, ഡിസ്പ്രപ്പോർഷനേറ്റ്. ഇപ്പൊ സപ്പോസ് ഒരു ഫ്ലഡ് ഉണ്ടായാൽ അത് നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർക്കാവില്ല ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഇമ്പാക്റ്റഡ് ആവുന്നത്. എന്നാൽ ഒരു ടൗണിലുള്ള ആൾക്കാരായിരിക്കും ഇതുകൊണ്ട് കൂടുതൽ ഇമ്പാക്റ്റഡ് ആവുന്നത്. അങ്ങനെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് വേണം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു റെസ്പോൺസ് ആ കമ്മ്യൂണിറ്റിയുടെ എബിലിറ്റിക്ക് അപ്പുറമാകണം. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് അവിടെ നിർബന്ധമായും വേണം. ഈ 5 3 കാര്യങ്ങൾ
അതുപോലെ തന്നെ NDMA കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കേസ് ടു കേസ് ബേസിസിലുള്ള അനാലിസിസും നോക്കിയിട്ടാണ് ഒരു ഡിസാസ്റ്ററിനെ നമ്മളൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഡിസാസ്റ്റേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് കൂടി നോക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMAയുടെ സൈറ്റിലുള്ള ക്ലാസിഫിക്കേഷനാണ്. നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും ഒരു ബുക്കിൽ നോക്കിയാൽ ചിലപ്പോൾ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ എന്നുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളുടെ NDMA പറയുന്നത് നമ്മൾ ഡിസാസ്റ്ററിനെ ബേസിക്കലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദേ ആർ ദ ഫസ്റ്റ് വൺ നാച്ചുറൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആന്ത്രപ്പോജനിക് ഓർ മാൻമെയ്ഡ്. ഓക്കെ, നാച്ചുറലും മാൻമെയ്ഡും. ഈ നാച്ചുറൽ എന്നുള്ളതിനെ നമ്മൾ ഹൈഡ്രോളജിക്കൽ, അതായത് വാട്ടർ റിലേറ്റഡ് ലൈക്ക് ഫ്ലഡുകൾ, ലാൻഡ് സ്ലൈഡുകൾ, അവലാൻഷെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മെട്രോളജിക്കൽ. ഫസ്റ്റ് ഈസ് ഹൈഡ്രോളജിക്കൽ, സെക്കൻഡ് ഈസ് മെട്രോളജിക്കൽ. അതായത് മെട്രോളജിക്കൽ മീൻസ് എ കൈൻഡ് ഓഫ് വെദർ റിലേറ്റഡ് ലൈക്ക് ടൊർണാഡോസ്, ട്രോപ്പിക്കൽ സൈക്ലോൺ, വിൻഡ് സ്റ്റോംസ് എന്നുള്ള രീതിയിൽ. അത് തേർഡ് വൺ ഇസ് ജിയോ ഫിസിക്കൽ. അപ്പോൾ ഹൈഡ്രോളജിക്കലായി, മെട്രോളജിക്കലായി, ജിയോ ഫിസിക്കൽ. എർത്ത് ക്വേക്കുകൾ, സുനാമി. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ പ്ലേറ്റ് മൂവ്മെന്റുകൾ, ഓക്കെ, ഈ പറയുന്ന സിയാൽസിമ അല്ലെങ്കിൽ നമ്മളുടെ ആൽഫ്രഡ് വേഗ്നറിന്റെ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലേ, ആ പ്ലേറ്റിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ ജിയോ ഫിസിക്കൽ. ദെൻ ഡ്രൗട്ട് ആൻഡ് ഡ്രൗട്ട് റിലേറ്റഡ്. ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സൂര്യാഘാതമില്ലേ, ഓക്കെ, അതായത് നമ്മൾ ഒരു ഹീറ്റ് വേവ് ഫിനോമിനൻ എന്ന് പറയുന്നില്ലേ, ആ ഹീറ്റ് വേവ് വരുന്ന എക്സ്ട്രീം ഹീറ്റ്, കോൾഡ്, വൈൽഡ് ഫയർ തൊട്ടുള്ള കാര്യങ്ങളെയും ഡിവൈഡ്. അപ്പൊ എങ്ങനെ ഹൈഡ്രോളജിക്കൽ, മെട്രോളജിക്കൽ, ജിയോ ഫിസിക്കൽ, ഡ്രൗട്ട് ആൻഡ് ഡ്രൗട്ട് റിലേറ്റഡ്. ഇനിയുമുണ്ട് PHEIC, പീക്ക് എന്ന് പറയും. PHEIC ഈസ് ആക്ച്വലി പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. ഇത് WHO പറയും കോവിഡ് ഒരു ഫേക്ക് ആണ്. PHEIC ഫേക്ക് അല്ല, ഫേക്ക്, PHEIC. അല്ലെങ്കിൽ എബോള ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആണ്. സോ അങ്ങനെ വരുമ്പോൾ അതിനെയും നമുക്ക് ഡിസാസ്റ്ററിന്റെ കീഴിൽപ്പെടുത്താം. ഇനി കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ലൈക്ക് ഈ പറയുന്ന പോലെ, ഓക്കെ, നിങ്ങൾ വെട്ടുക്കിളി എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, ഓക്കെ, ഷിസ്റ്റോസെർക്ക ഗ്രിഗേറിയ എന്ന് പറയും, ഡെസേർട്ട് ലോക്കസ്റ്റ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മിസലേനിയസ് ഡിസാസ്റ്ററിൽ പെടും. അപ്പോഴെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ, ഓക്കെ, നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നും ആർട്ടിഫിഷ്യൽ ഡിസാസ്റ്റർ എന്നും, നാച്ചുറൽ ഡിസാസ്റ്റർ ഹൈഡ്രോമെട്രോളജിക്കൽ, മെട്രോളജിക്കൽ, ജിയോഫിസിക്കൽ, ഡ്രൗട്ട് ആൻഡ് ഡ്രൗട്ട് റിലേറ്റഡ്, ഫേക്ക് ആസ് വെൽ ആസ് മിസലേനിയസ്. ഇനി ഹ്യൂമൻ ജനറേറ്റഡ് അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് എന്ന് പറയുന്ന രണ്ട് രീതിയിലേ ഉള്ളൂ, ഇന്റൻഷനൽ ആൻഡ് നോൺ ഇന്റൻഷനൽ. മനഃപൂർവ്വം ചെയ്യുന്നതും മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതും. ലൈക്ക് ഇപ്പോൾ രണ്ട് എയർ സ്പേസിൽ രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ഒരു റെയിൽ ആക്സിഡന്റ് ഉണ്ടായി, റോഡ് ആക്സിഡന്റ് ഉണ്ടായി, ഇതൊക്കെ നോൺ ഇന്റൻഷനലാണ്. എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾക്കൊരു വാർ ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി, ഇതൊക്കെ ഇന്റൻഷനൽ എന്നുള്ള രീതിയിലും വരും. ഡിസാസ്റ്റേഴ്സ് എങ്ങനെയാണ്, നാച്ചുറൽ, മാൻമെയ്ഡ്. നാച്ചുറൽ എങ്ങനെയാണ്, ഹൈഡ്രോളജിക്കൽ, മെട്രോളജിക്കൽ, ജിയോഫിസിക്കൽ, ഓക്കെ, ഡ്രൗട്ട് ആൻഡ് ഡ്രൗട്ട് റിലേറ്റഡ്, ഫേക്ക്, മിസലേനിയസ്. മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലോ, ഇന്റൻഷനൽ, നോൺ ഇന്റൻഷനൽ. ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഇന്ത്യയുടെ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ കൂടി പോകാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.